എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിപിൻ. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഒരു എക്സൽ ഫയൽ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഗൂഗിൾ ഷീറ്റ് വഴി നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് 2-3 പേര് എന്നോട് ചോദിച്ചു. അപ്പോൾ അതിനുള്ള ആൻസർ ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ തീർച്ചയായിട്ടും ഓപ്പൺ ആക്കാൻ പറ്റും എന്നാണ്. ഇപ്പം ഈ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഞാൻ MS ഓഫീസോ എക്സലോ ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഇത് കണ്ടില്ല, ഇത് ഡൗൺലോഡബിളായിട്ട് ഓഫീസ് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ പ്രയോറിറ്റി ലിസ്റ്റിൽ, അല്ലാതെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടേ ഇല്ല. ഉണ്ടല്ലോ, മൈക്രോസോഫ്റ്റിൻ്റെ എക്സ്പ്രഷനും പിന്നെ അസ്യൂറും മാത്രമേ കിടപ്പുള്ളൂ. അസ്യൂർ എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ ക്ലൗഡ്, വേറെ നമ്മൾ ഇട്ടിട്ടില്ല. അപ്പം നമുക്ക് ഒരു എക്സൽ ഷീറ്റ് ഞാൻ ഡോക്യുമെൻറ്റിൽ ഇട്ടിട്ടുണ്ട്. ഈ കന്യാകുമാരി എന്ന് പറയുന്നത് കിടക്കുന്ന എക്സൽ ഷീറ്റ് ആണ്, അതാണ് അതിൻ്റെ ഫോർമാറ്റാണ് xlsx എന്ന് പറയുന്ന ഫോർമാറ്റ്. അപ്പോൾ നമുക്കിത് ഡ്രൈവിലേക്കൊന്ന് അപ്ലോഡ് ചെയ്തിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. അപ്പം ബ്രൗസറിനകത്ത് നമ്മൾ ഓൾറെഡി ലോഗിൻഡ് ആണ്. അപ്പം ജസ്റ്റ് ഈ 9 ഡോട്ട്സിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ ചോദിക്കും. അപ്പോൾ നമ്മൾ ഡ്രൈവ് എടുക്കുന്നു. നേരെ ഡ്രൈവിൽ ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഈ അപ്ലോഡ് ഫയൽസ് എന്നുള്ള കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും നമുക്കിങ്ങനെ ചോദിക്കും. നമ്മളിവിടെ ഡോക്യുമെൻറ്റ് ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ കാണിക്കുന്നു. ഓക്കെ, ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ അത് അപ്ലോഡഡ് ആയി എന്നാണ് കാണിക്കുന്നത്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പണിങ് കന്യാകുമാരി .xlsx. അപ്പോൾ അത് കണ്ടില്ലേ, ഗൂഗിൾ ഷീറ്റ്സിലേക്ക് കയറി ഓപ്പണായി വരുവാണ്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഡോക്യുമെൻ്റ് ആണോ എന്ത് ഫയലാണോ അപ്ലോഡ് ചെയ്യുന്നത് അതെല്ലാം തന്നെ ഗൂഗിൾ ഷീറ്റിൽ ഗൂഗിൾ ഷീറ്റ് എന്നല്ല, ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അത് ഗൂഗിളിൽ അക്സെപ്റ്റബിൾ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ ഷെയർ എന്നുള്ളത് ലോക്ക് ചെയ്തിടുക, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന ഫോർമാറ്റിലേക്ക് മാറ്റുക എന്നുള്ളത്. അപ്പോൾ അത് എഡിറ്റബിൾ ഫോർമാറ്റിലേക്കായിട്ടാണ് ഇതിൽ കിടക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസൊക്കെ വരുത്താനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. 2-3 പേര് എന്നോട് സംശയം ചോദിച്ചായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്തുനിന്ന് ഞാൻ നമ്മുടെ എന്താ പറയുക MS ഓഫീസ് അൺഇൻസ്റ്റാൾ ചെയ്ത ശേഷമാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കത്തില്ലേ നമ്മളതല്ലാതെ ചെയ്തതാണെന്ന്. കണ്ടില്ലേ, എഡിറ്റിംഗ് നമുക്ക് ആക്സെപ്റ്റബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ഈ സൈഡിൽ കിടന്ന തന്നെ നമ്മൾ സെൻട്രൽ അലൈൻ ചെയ്ത് ഹെഡിങ് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ സേവ് ആകുന്നതാണ്. പിന്നെ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോർമാറ്റാണെന്ന് ഇവിടെ ചോദിക്കും. അപ്പോൾ നമുക്കത് എക്സൽ ഫോർമാറ്റിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഡോക്യുമെൻറ്റ് ഫോർമാറ്റിൽ ചെയ്യാം, PDF ചെയ്യാം, അങ്ങനെ വെബ് പേജ് ഫോർമാറ്റിലോ എങ്ങനെ വേണമെന്നാണോ നമ്മൾ വിചാരിക്കുന്നത് ആ രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് ആ ഫോർമാറ്റിലേക്ക് മാറ്റി നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ മൂവ് ടു ബിൻ കൊടുത്താൽ മതി, ഇത് ഡിലീറ്റ് ആയിക്കോളും. ഇനി റീനെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് തന്നെ എനേബിൾഡ് ആണ്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതുപോലെ മറ്റൊരാൾക്ക് ഇത് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ കൂടെ ചെയ്യുക. അപ്പം ഇന്നത്തേക്ക് ഇത്രമാത്രം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.